മാതാകാരിയാം സങ്കരന്തമാക്കിയ വൈരഭിതമേ രാമങ്ങളെ ജനിപ്പിച്ചാണ് ശ്രീശ്വരനോട് പിന്നെയും ചോദിച്ചുകൾ ദേവദേവസനായ കൈലാസവാസികൾ സൗഖ്യപരമായിട്ടും ശങ്കരണത്തെ സാമോദിപ്പിച്ചെടുപ്പെടുന്ന പുത്രനായ പ്രത്യുപമായി കുടികൊള്ളുന്ന ഈ കൺവേലിക്കാവ് ആശ്രയിക്കുന്നവരെ കൈയൊഴിയാത്ത തമ്പുരാൻ ഏത് കാര്യങ്ങൾക്കും വെള്ളമുടിയിലൂടെയോ അല്ലെങ്കിൽ താമ്പൂല സമർപ്പണത്തിലൂടെയോ ഭഗവാൻ എല്ലാവരുടെയും കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു തമ്പുരാനാണ് ഈ കണ്ണൂരിൽക്കാവിൽ കുടികൊള്ളുന്നത്. അറിയപ്പെടുന്ന ഇദ്ദേഹം മഹാദേവ സങ്കല്പത്തിലൂടെ ലയിച്ചു ചേർന്നിരിക്കുന്ന മറ്റം മഹാദേവ ക്ഷേത്രത്തിലെ മൂലസ്ഥാനമായിരിക്കുന്ന മറ്റം മഹാദേവ ക്ഷേത്രത്തിലെ അമ്പലത്തിൽ തമ്പുരാനാണ്. അദ്ദേഹം ആശ്രിത വത്സലനാണ്. ആശ്രയിക്കുന്നവർക്ക് യാതൊരു വിധമായ എല്ലാവിധ അഷ്ടൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതിലുപരി ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹത്തോടുകൂടി നിലകൊള്ളുന്നു. ദുർഗാഭഗവതിയും ഒപ്പം തന്നെ ഭദ്രകാളിയമ്മയുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളപ്പെടുന്നുണ്ട്. ലക്ഷ്മിയമ്മയുടെ സാന്നിധ്യം വളരെ വലുതാണ്. ചേർത്ത് പിടിക്കുകയും വഴിപാട് വെച്ച് പറയുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ലക്ഷ്മിയമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും നാടിന് ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. പക്ഷിപുങ്കമെന്നു നമസ്കാരം ചെയ്തു. കൃഷ്ണനോടാഗീകം വേണ്ടത് ചൊല്ലയല്ല മലയാളികളേറെ കൈലാസേ ഗിരീശനെ കാണാൻ വിളിക്കുന്ന നേരം കൊള്ളലും പ്രയാസങ്ങളുണ്ടായി മെല്ലെ ഉയർന്നുടൽ കണ്ടം മാധവന്താൻ പരിധിബോധനേരം ദേവദർശികളും വെൺകൊറ്റക്കുടലീലകൾ പാടിക്കൊണ്ട് കേൾപ്പിച്ചു നോക്കിയും ശ്രദ്ധിക്കുകയും ഗൗരവമാർഗം ഹാപ്പിയെ വിട്ട് ഭൂഷിച്ചങ്ങനെ വിട്ടുവർഷം മൈക്കുകൾ ചെയ്ത് സ്വർഗാസനത്തെ പ്രാപിച്ചു. സാഗണ്ഡകാലയപ്പോൾ മേരീടും മുടികളും മാതലും സ്വാമിയോടെ സാധ്യാധ്യാസനം മുന്നിൽ ഓടുമ്പോഴും മാതൃകയെന്ന് പുരുഷയോടെ വിട്ടുസാധനം
പുസ്തകർമ്മങ്ങൾ വേഗത്തിൽ കളഞ്ഞിട്ട് പാരാതെ കേട്ട് വാരിയ ചെയ്യൂ സർവം വിഷ്ണുമയമായി കണ്ടു നിങ്ങൾ ബ്രഹ്മസിദ്ധാന്തവാദിവരായി കൽമഷകൃത്യരായ നിങ്ങളാരെന്നും പിന്നെ എന്തിനാ ഇവിടത്തിൽ വന്നതെന്നതും നാം എന്തെന്നും പറയണം എന്നൊരു ചോദ്യമേരം പിശാചന്മാർ ദേവദേവനോട് പരാതെ ഉത്തരത്തെ ചെന്നതും കേൾക്കുന്ന ചോദിച്ചിടുന്നു ആരെന്നും പരാർത്ഥം ബോധിപ്പാൻ ഞങ്ങളോട് ചൊല്ലുന്നതും കേട്ട നേരം പിശാചന്മാർ ദേവദേവേശ്വരോട് പാരാതെ ഉത്തരത്തെ ചെന്നതും കേൾക്കുന്ന ചോദിച്ചേടുന്നെന്നും പരമാർത്ഥം ബോധിപ്പാനും ഞങ്ങളോട് ചെല്ലുന്നും കേട്ട നേരം ദേവകീസുതൻ വിശുദാസനരോട് ചെന്നാൻ ഇവர்களെല്ലാവരും ഋഷിപുങ്കവന്മാരാം ക്ഷത്രിയനാകുന്നു ഞാൻ യാദവകുലജാതൻ സത്യധർമ്മത്തെ പാലിച്ചിടുക വ്യാപാരമായി യോഗേശ്വരായ ത്രൈലോക്യത്തിനായിക്കൊണ്ട് ദേവദേവേശ്വരായ മൂർത്തി വിഗ്രഹനായി ആനന്ദ സ്വരൂപനായി നാരായണനെ കുറിച്ചത് മൂലം പ്രസാദാർത്ഥം ദ്വാരകാപുരിക്ക് പോകുന്നു. 135 വർഷം പഴക്കമുള്ള ക്ഷേത്രം പൂർവികന്മാർ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ക്ഷേത്രമാണ്. ക്ഷേത്രപ്രവേശനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പണിയിച്ച ക്ഷേത്രം. ഒരുപാട് പ്രയാസങ്ങളൊക്കെ അവരനുഭവിച്ച് ഇപ്പോൾ ഈ സമയമായപ്പോൾ ഞങ്ങളുടെ കൈ കിട്ടിയത് നല്ലപോലെ ഉത്സവം നടക്കുന്നത് 100 വർഷം. ഈ 100-ാം വർഷം അതാണ് ഈ 100-ാം വർഷത്തിന് പുതിയ അങ്ങനെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പാരമ്പര്യവും ഒരുപാട് പേരും വരുമ്പോൾ ഇവിടുത്തെ മെയിൻ വിഗ്രഹം അമ്പലത്തിൽ തമ്പുരാനും രണ്ടാമത് കൃഷ്ണസ്വാമി ദുർഗാ ഭഗവതി ബാക്കി ഉപദേവതകളെല്ലാവരും ഉണ്ട്. ഗണപതി, രക്ഷസ്, പിന്നെ യക്ഷിയമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ ഉപദേവതകളുള്ള ഒരു ക്ഷേത്രമാണ്. ഒരുപാട് പേരും വരുമ്പോഴുണ്ടോ ദൂരദേശങ്ങളിൽ ഒരുപാട് ആൾക്കാർ വിളിച്ചു കാര്യസിദ്ധി ഭഗവാൻ ഇരിക്കുന്നുണ്ട്. കാര്യസിദ്ധി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്ന ഒരു ക്ഷേത്രം. നല്ല പാരമ്പര്യമുള്ള ക്ഷേത്രമാണ്. 150-200 വീട്ടുകാരിതിൻ്റെ കരക്കാർ. ഇപ്പം 11 കരയാണ്. നേരത്തെ 15 കരയായിരുന്നു. 11 കരയായി. അങ്ങനെ 15 കരയൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം. ഇപ്പോൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതിൽ എന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാ വർഷവും കെട്ടുത്സവവും മെയിൻ കെട്ടുത്സവം അവിടുത്തെ. പിന്നെ മറ്റു കാര്യപരിപാടികളെല്ലാം ഉണ്ട്.